മാഷ് പ്രിയപ്പെട്ടവരെല്ലാവർക്കും നമസ്കാരം. ഇന്നിപ്പോൾ ഒരു ശിഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയ അഭിമാനം എന്ന് പറയുന്നത് ആ ഗുരുനാഥനെ പറ്റിയാണ് എല്ലാവരും പറയുന്നത്. അവരുടെ ഗുരുനാഥനെ പറ്റിയാണ് എല്ലാവരും പറയുന്നത്. അതിൻ്റെ അർത്ഥം ആ ശിഷ്യൻ അത്രത്തോളം ആപ്റ്റാണ് അല്ലെങ്കിൽ അർഹനാണ് എന്നുള്ളതാണ് പറയുന്നത്. അവർ ശിഷ്യന്മാരിയ്ക്കുമ്പോൾ ഗുരുനാഥന്മാരെ പറ്റി പറയുമ്പോൾ അഭിമാനം തോന്നും. സത്യത്തിൽ അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചത്. മധുവായിക്കെ പറഞ്ഞ പോലെ സാംബശിവൻ്റെ കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഷേക്സ്പിയറുടെ ഒതല്ലൊക്കെ എട്ടുകെട്ട് ബൈഹാർട്ടായവരാണ് ഞങ്ങളൊക്കെ ഒരു കാലത്ത്. അതിനകത്ത് 2 കാസറ്റാണ്. അപ്പോൾ ആ കഥാപ്രസംഗത്തിലുള്ള ആവേശം വന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ ശബ്ദങ്ങളാണ്. ഇതിപ്പോൾ യൂട്യൂബിലൊക്കെ കുറേ അടിച്ച് വരുന്നുണ്ട്. ആ വരികൾ ഇന്നും ഓർക്കാണ്. ഉത്തമനാമുപനായകന് ഉള്ളഴിഞ്ഞങ്ങു തിരിച്ചെടുക്കൂ. ആ റിതം എന്ന് പറയുന്ന കഥാപ്രസംഗത്തിൽ ഭയങ്കര സംഭവമാണ്. കാരണം സംസാരം കഴിഞ്ഞ അപ്പം തന്നെ ആ കറക്റ്റ് ശ്രുതിയിൽ പാട്ട് വരിക എന്ന് പറഞ്ഞാൽ വളരെ സാഹസമുണ്ട്. അപ്പം തന്നെ അതിന് മറുപടി പറയാം, സാധ്യമല്ല, ശരി നോക്കാം, എന്നാൽ ഇന്നത്താഴ നേരമാട്ടെ, പറ്റില്ല, ഞാൻ ഉണ്ടാവില്ല, നാളത്തെ ലഞ്ചിന്റെ നേരമാട്ടെ, നാളെ ഞാൻ ഉണ്ടാവില്ല, നാളെ ഞാൻ ലഞ്ചിനു കൂടുകയില്ല, നാളെ ഞാൻ ലഞ്ചിനു കാണുകയില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു കഴിവ്. എത്ര വർഷം മുമ്പ് കേട്ട കഥാപ്രസംഗമാണ്, ആ വരികളാണ് അല്ലേ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അതാണ് കഥാപ്രസംഗത്തിന് ഇന്ന് കേരളത്തിൽ ഒരു കോളിലൊക്കെ സൃഷ്ടിച്ച ഒരു കലാകാരനാണ്, സംശയമില്ല. അതുമാതിരി തന്നെ അവിടെ ഐഷല്ല, ഈ ഒഥല്ലോയിൽ തന്നെ അതിൽ ഡെസ്റ്റിമോണനെ വർണ്ണിക്കുന്നതൊക്കെ കേട്ടതുണ്ടല്ല. അപ്സരസാനന്റെ ദസ്തമൻ പാടുമാടും സുസമ്മേളനങ്ങളിൽ അല്ലെ. അങ്ങനെ സൽസ്വഭാവത്തിന്റെ ദേവതയാണവൾ, സംശയിക്കില്ലൊരു കാലവും നിന്നെ ഞാൻ, സംശയിക്കില്ലൊരു കാലവും നിന്നെ ഞാൻ. അങ്ങനെ പറഞ്ഞ ഉടനെ തന്നെ കഥ വരും. അതങ്ങനെ ഉള്ളിലിങ്ങനെ തട്ടി ഇങ്ങനെ വരും. ആ ഒരു രീതിയാണ്. അപ്പം സത്യം പറഞ്ഞാൽ ഈ ഒഥല്ലോ കഥ ഒരു പള്ളി കമ്മിറ്റിക്കാർ തൃശ്ശൂർ വിജയ് തിയേറ്ററിൽ നാടകം ചെയ്യാണ്. വേറെ 100ഓളം കഥാപാത്രങ്ങളെ ആർട്ടിസ്റ്റുകളെ കൊണ്ടുവന്നൊരു വലിയൊരു റീജിയണൽ തിയേറ്ററിൽ നാടകം കാണാൻ ഈ ആവേശത്തിൽ പോയി. നാടകം പകുതി എന്ന് പെറ്റുപോകുന്നു. കാരണം കഥാപ്രസംഗത്തിൻ്റെ ആ ഒരു കഥാപാത്രങ്ങളുടെ ആ ഗാംഭീര്യം ആ ആർട്ടിസ്റ്റുകൾ കിട്ടുന്നില്ല. അപ്പോൾ അത് എത്തുന്നില്ല. അത്രയ്ക്കും ആവേശമുള്ളൊരു കാലഘട്ടമായിരുന്നു കഥാപ്രസംഗം എന്ന് പറയുമ്പോൾ. അദ്ദേഹമൊക്കെ അതിനെ പിന്തുടർന്നൂടെ വരിക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പറവൂര് ഭാഗത്താണ് കുറച്ചുകൂടി കാതികന്മാരുള്ളതെന്ന് ഞാൻ മനസ്സിലാക്കാണ്. എൻ്റെ ഒരു സുഹൃത്തുക്കളുണ്ട് അവിടെ. അപ്പോൾ അദ്ദേഹമൊക്കെ ഇവിടെ ഒന്ന് വരിക എന്ന് പറഞ്ഞാൽ നമുക്കൊരു അഭിമാനം. കഥാപ്രസംഗത്തിന് മാത്രമാണ് പൈതൃകം തൊടാത്തതുള്ള ഒരുവിധ കലാരൂപങ്ങളൊക്കെ ആയി. അപ്പം എല്ലാവരും പറയും അന്യം നിന്ന് പോകുന്നു. പക്ഷേ വേദികളില്ല. ഒരു കാതികൻ അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ ആക്കണമെങ്കിൽ ഒരു നല്ലൊരു വയലിനിസ്റ്റിന് അല്ലെങ്കിൽ ക്ലാരിനെറ്റിന് വേണം, ഒരു തബല വേണം, ഒരു ഹാർമോണിയം വേണം. ഇന്നൊരു ഹാർമോണിയം തബലക്കാരന് കിട്ടണമെങ്കിൽ തന്നെ നല്ലൊരു സംഖ്യ വേണം. പിന്നീടാണ് കാതികന് എന്തെങ്കിലും കിട്ടുക. കാരണം കാതികനാണ് പരിപാടി ഏൽപ്പിക്കുക. അപ്പോൾ പരിപാടി ഏൽപ്പിക്കുന്ന ആൾക്ക് കാശില്ല. കാരണം ഇന്നൊരു വയലിനിസ്റ്റിനൊക്കെ 5000 രൂപ മിനിമം കൊടുക്കണം. അവന് കഥാപ്രസംഗമാണോ ഡാൻസ് ആണോ എന്ന് അറിയണ്ട. അവനൊരു പ്രോഗ്രാമാണ്. പിന്നെ ത്രൂ ഔട്ട് ഒരു 2.5 മണിക്കൂർ വായിക്കാൻ കിട്ടില്ല. അതൊക്കെ ഇതിൽ വരുന്ന കാര്യങ്ങളാണ്.